നമ്മളിവിടെ വന്നിട്ട് എന്താണ് ഈ കടയുടെ പേര്, എന്തോ ഒരു പേരുണ്ട്, ടൈഗർ. അവിടെ വന്ന് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓർഡർ ചെയ്ത് സീ ബാസ്, സ്ക്യൂട്ട് ഇതൊക്കെയാണ് ഓർഡർ ചെയ്തതിന് ശേഷം ഇതൊരു വലിയ ഷോപ്പാണ്, വലിയ അടുക്കളയാണ്. ഈ സാധനങ്ങളെല്ലാം നമുക്ക് അടുക്കളയ്ക്കകത്ത് കാണാം. ഇതാണ് ഇതെല്ലാം ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ. ഇവിടെ മീൻ വെച്ചിരിക്കുന്ന സ്ഥലമാണിത്. ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കുകയാണ്. ഇതെല്ലാം ഓർഡർ എടുത്തതിന് ശേഷം മാത്രമാണ് ഇവരിതെല്ലാം കുക്ക് ചെയ്യുന്നത്. അല്ലാതെ ഉണ്ടാക്കി വെച്ചിട്ട് ചൂടാക്കി തരുന്ന പരിപാടിയൊന്നും ഇവിടെ ഇല്ല. ഒരു വെൽ ഡിഫൈൻഡ് കിച്ചനാണ് ഇത്. കഴിക്കാനുള്ള സ്ഥലം നമ്മളെ നാട്ടിൽ കിട്ടുന്ന അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടും. മീൻ കിട്ടും. ഇത് നമ്മുടെ നെത്തോലിയാണ്. ഇതായിരിക്കുന്നു. ചിക്കൻ ഐറ്റംസ് ഉണ്ട്, പ്രോൺസ് ഉണ്ട്, സാൾട്ടഡ് ഫിഷസ് ഉണ്ട്. നമ്മുടെ രസവട വരെ ഇതിനകത്ത് കിടപ്പുണ്ട്. രസവട വരെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അവിടെ കുറച്ച് പേര് ഇതിന് കഴിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ റൈസാണ് ഈ പറയുന്ന സാധനം. ഇത് ഒരുപാട് പേര് ഇതിന് കഴിക്കുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. എല്ലാം സിസ്റ്റമാറ്റിക് ആണ്. ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കോലാലംപൂരിലുള്ള ഫുഡ് സ്ട്രീറ്റിലാണ്. അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കിട്ടും. ഒരു വലിയ ലോങ് സ്ട്രീറ്റാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ഉണ്ട്. അവർക്ക് ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമെല്ലാം ഉണ്ട്. ബട്ട് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫുഡും നമ്മൾ വന്നിരുന്നതിന് ശേഷം ഓർഡർ ചെയ്ത് കസ്റ്റമൈസ് ചെയ്താണ് ഇവരുണ്ടാക്കുന്നത്. മൈൽഡ് ആൽക്കഹോൾ ബിയറുണ്ട്, വൈൻസ് ഉണ്ട്, ചായ ഉണ്ട്, കോഫി ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ആ കാണുന്നതാണ് നമ്മുടെ ഓർഡർ എടുത്ത ചേച്ചി. നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്ത് പോയതാണ്. പക്ഷെ ചേച്ചി നമ്മളെ കൊണ്ട് കുറേ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യിപ്പിച്ചു. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാവരും ചിരിക്കുന്ന മുഖവുമായിട്ടാണ് നമ്മളെ ഫേസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയും. അതുമാത്രവുമല്ല, നമുക്കൊരു സാധനം വേണ്ടെന്ന് പറഞ്ഞാലും അവർക്കൊരു പ്രശ്നമില്ല. കാരണം അവർക്കറിയാം നമ്മളല്ലെങ്കിൽ വേറൊരാൾ വരും, ഇവിടെ ചോദിച്ചിട്ട് പോകുന്ന ആൾ വേറൊരിടത്ത് പോയി കഴിക്കും. അങ്ങനെയാണ് ഇതിനകത്തുള്ളൊരു സംവിധാനം. വളരെ ഹൈജീനിക്കാണ്. ഇതാണ് എനിക്ക് തോന്നുന്നു ശരിക്കുമുള്ള ഒരു ഫുഡ് സ്ട്രീറ്റിൻ്റെ കൺസെപ്റ്റ്. നമുക്ക് കേരളത്തിൽ പരിശോധിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ കേരളത്തിൽ ചെയ്യുന്ന ഫുഡ് സ്ട്രീറ്റ് റോഡിൻ്റെ സൈഡിലാണ്. അതൊക്കെ മാറ്റി ഇതുപോലെ സ്പെഷ്യൽ ഏരിയാസ്, നോ പാർക്കിംഗ് ഒക്കെ ഇട്ട് വണ്ടികളെ ഒന്നും കയറ്റാത്ത തരത്തിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നൈറ്റ് ഫുഡ്, സ്ട്രീറ്റ് ഫുഡ്, സീ ഫുഡ് ഇതെല്ലാം നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. നമ്മളിപ്പോൾ പുത്രജയ എന്ന് പറയുന്ന സ്ഥലത്ത്